അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു മെഷീൻ. വേറെ ഒന്നുമില്ല, ബോറോസിലിൻ്റെ വളരെ ചെറിയൊരു വെജിറ്റബിൾ ചോപ്പറാണ്. വെജിറ്റബിൾ എല്ലാം നമുക്ക് കഷ്ണമായിട്ട് പീസായിട്ട് മുറിച്ച് തരുന്ന ഒരു ചെറിയൊരു ചോപ്പിംഗ് മെഷീനാണ്. ആക്ച്വലി നമ്മളിത് പ്ലാൻ ചെയ്ത് വാങ്ങിച്ചതൊന്നുമല്ല. നമ്മൾ ഫസ്റ്റ് നോക്കിപ്പോയത് നമ്മൾ ആ ടൈപ്പ് ഏതെന്ന് പറയാം, പുഷ് ടൈപ്പും അല്ല വലിക്കുന്ന ടൈപ്പൊക്കെ ചോപ്പറുണ്ട്. അതാണ് നമ്മൾ നോക്കിപ്പോയത്. ലാസ്റ്റ് നമ്മൾ നോക്കി ഇതിലോട്ടെത്തി എന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മൾ മറ്റേ പുഷ് ടൈപ്പോ അല്ലാത്ത വലിക്കുന്ന ടൈപ്പോ ചോപ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിനെക്കാട്ടി ഇതേപോലത്തെ മെഷീനാണ് നല്ലത് എന്ന് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിരുന്ന കമൻറ്റ് ചെയ്യണം. ഞാൻ ഇതുവരെയും ആ ടൈപ്പ് മെഷീൻ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കി ലാസ്റ്റ് നമ്മൾ വാങ്ങിച്ച് പോയി ഈ സാധനം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് അതെന്താണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മൾ ഫുൾ ബോഡി എല്ലാം ഫിക്സ് ചെയ്ത് നമ്മൾ ബോക്സിനടുത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക്. ആക്ച്വലി മുകളിൽ ഇരിക്കുന്ന നമ്മളതിൻ്റെ മെഷീൻ മോട്ടറാണ്, താഴെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഈ ഗ്ലാസ് ജാറ്, പ്ലാസ്റ്റിക് ജാറാണ്. അതിനകത്തൊരു ബ്ലേഡ് വരണമുണ്ട്. നമ്മൾ അതിനകത്താണ് സിമ്പിളായിട്ട് വെജിറ്റബിളൊക്കെ ഇട്ട് ചോപ്പ് ചെയ്യണത്. ആക്ച്വലി സാധനം കൊള്ളാം. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റിയാണ്, വയറൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ കൂടെ നോക്കിയൊരു ടൈപ്പ് സാധനമാണ് വേറെ ഇനൽസ പ്രസ്റ്റീജൊക്കെ നോക്കി. പ്രസ്റ്റീജിനെ പറ്റി ഞാനൊന്നും പറയാനില്ല. ഇനൽസ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡിൻ്റെ ഒരു ഒട്ടുമുക്കാൽ എല്ലാ പ്രോഡക്റ്റും നല്ല ക്വാളിറ്റി കുറവാണ്. ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റി പോലും ഇല്ല. വയറ് പോലും ക്വാളിറ്റി ഇല്ലാത്തൊരു ടൈപ്പ് സാധനമാണ് അതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ആ ബ്രാൻഡ് നമ്മൾ മൊത്തത്തിൽ വിട്ടത്. ലാസ്റ്റ് നമ്മൾ ഈ ബോറോസിൽ നോക്കി. ഇതിൻ്റെ ഞാൻ വാങ്ങിച്ച പ്രൈസ് 1600 രൂപയാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇപ്പോൾ കിടക്കുന്ന പ്രൈസ് അറൗണ്ട് 2000 ആണ്. ഓഫർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 1600 1500 റേഞ്ചിന് ഇത് വാങ്ങിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ മോട്ടർ. അതിൻ്റെ മോട്ടറിൻ്റെ താഴെ 2-3 ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് താഴെ വെള്ളമൊന്നും നനയാൻ പാടില്ല. പിന്നെ ഇതിനകത്ത് വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ അത് ഒന്നുമില്ലാതെ എംറ്റി ആയിട്ട് ഇത് മെഷീൻ ഓണാക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യണം. അതെന്തിനാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ മുകളിലൊരു പുഷ് ടൈപ്പ് ബട്ടണാണുള്ളത്. മെയിനായിട്ട് ഇത് അധികം വെള്ളം നനയാതെ യൂസ് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ടൈപ്പ് ഒരു മേക്കിംഗ് ആണ്. വെള്ളം കഴുകാനൊന്നും പറ്റാത്ത സാധനമാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇതൊരു 300 വാട്ട്സ് മോട്ടറാണ് ഇതിനകത്ത് പറഞ്ഞത്. ഷെഫ്റ്റ് ലൈറ്റ് എന്നാണ് ഈ മോഡലിൻ്റെ പേര്. അത്യാവശ്യം അത് ആവശ്യത്തിൽ കൂടുതൽ പവറുള്ള മോട്ടറാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെജിറ്റബിൾ ചോപ്പ് ചെയ്യാം. വെജിറ്റബിൾ മാത്രമല്ല, ഇതിനകത്ത് നട്ട്സ് ചോപ്പ് ചെയ്യാം. ഇടയ്ക്ക് 1-2 വീഡിയോയിൽ ഞാൻ ഇതിനകത്ത് ചപ്പാത്തിക്ക് മാവ് വരെ കുഴയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല. നട്ട്സ് ചോപ്പ് ചെയ്യാം. പിന്നെ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ഇതെല്ലാം ഉണ്ട്. അത്യാവശ്യം കൊള്ളാമെന്നുള്ള സാധനമാണ്. പോയിട്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് എത്ര ക്വാണ്ടിറ്റിയിൽ ഇടാൻ പറ്റും, ഇതിൻ്റെ കപ്പാസിറ്റി എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഞാൻ സ്ക്രീൻഷോട്ടും കൂടെ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഈ സവോള, ക്യാരറ്റ് ഇതെല്ലാം നമ്മൾ ഈ സൈസിൽ കട്ട് ചെയ്ത് വേണം ഇടാൻ. അല്ലാതെ സവോളയോടെ ഇടാൻ പറ്റില്ല. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. ഇതേപോലെ നമ്മൾ പീസായിട്ട് സവോളയൊക്കെ ഒരു 4-5 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തിട്ട് ഒരു 2-3 പ്രസ് കൊടുത്താൽ മതി. അത്രയും പ്രസ് ചെയ്യുമ്പോൾ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ സാധനം വളരെ വളരെ ലൈറ്റായിട്ട് വളരെ തിന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വരും. ഭാര്യയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനത് ഉപയോഗിക്കാറില്ല, എന്നാൽ പോലും കാണുമ്പോൾ ഒരു തൃപ്തി, ഒരു സംതൃപ്തി, കൊള്ളാലോ ഇത് എന്നൊരു ഫീലാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ പറയണം. ആരെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊള്ളാം, നല്ലൊരു സാധനമാണ്, വാങ്ങിക്കണം എന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം. നമ്മളത് ഫസ്റ്റ് നമ്മൾ ഈ നേരത്തെ ഇട്ട സവോള ഇതെല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്കും ഇതേപോലത്തെ ഒരു ലുക്കായി വന്നത്. കാരണം ഇത്രയും ഫൈനായിട്ട് ആ സാധനം ചോപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഒറ്റ ബ്ലേഡ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയ പീസായിട്ട് ചോപ്പാവും. അത് വീഡിയോൻ്റെ അകത്തില്ല, കാരണം നമ്മളത് പിന്നീട് നോക്കിയിട്ടില്ല. അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത് ഇതിനകത്ത് ഇങ്ങനൊരു പരിപാടിയും കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നോക്കാൻ നേരത്ത് ഉപയോഗിക്കണമെങ്കിൽ ഒറ്റ ബ്ലേഡും കൂടെ ഇട്ട് ചോപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ ചോപ്പിംഗ് മെക്കാനിസം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചോപ്പിംഗ് പരിപാടിയെ കഴിഞ്ഞു. നമ്മളങ്ങനെ അതിനകത്തുനിന്ന് എടുത്ത് കാണിച്ചു തരാം ഇത് എത്രത്തോളം നന്നായിട്ട് ചോപ്പായിട്ടുണ്ട് എന്ന് നമ്മളൊരു പ്ലേറ്റ് വെച്ച് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. എടുത്തോ. എന്തുവാടേ നിച്ചേ
ചുമച്ച് ഫുള്ള് അരിഞ്ഞ് കാണാമോ? അതിനൊന്ന് അതേപോലെ ഒരു ലൈറ്റ് എത്തണത് അതിനൊന്ന് അതുപോലെ ഒരു ലൈറ്റ് എത്തണത് അതേപോലെ അപ്പോൾ നമ്മളെ ചോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളെ തക്കാളി സവോളോ ക്യാരറ്റ് ഇതെല്ലാം ഇട്ടുള്ള ചോപ്പിംഗ് കഴിഞ്ഞ് ഇതാണ് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട്. നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം കിട്ടും എന്നുള്ളതാണ്. നട്ട്സ് നമ്മൾ നോക്കിയിട്ടില്ല, നട്ട്സ് നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ അത് ഷോർട്ട് വീഡിയോ ഇട്ടിടാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും ഫൈനായിട്ട് ഈ സാധനം കട്ടായി നമുക്ക് കിട്ടും. അപ്പോൾ സംഭവം ഏതായാലും കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബ്ലേഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, മൊത്തത്തിൽ എല്ലാം നല്ല ക്വാളിറ്റിയാണ്. കൊടുക്കണ പൈസയ്ക്കുള്ള വർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. 1500 രൂപയ്ക്ക് 1600 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്നായത്. 1600 രൂപയ്ക്ക് ഇത് കുഴപ്പമില്ല എന്നുള്ളതാണ്. കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ പൊളിച്ച് നോക്കുക ഇതിനകത്ത് എന്താണ് എന്നുള്ളത്, അപ്പോൾ കാണപ്പോഴത്തേക്കും കുറച്ചും കൂടെ രസം എന്നുള്ളതേ ഉള്ളൂ. ആ രീതിയിൽ ആ മൈൻഡിലാണ് പോണത്. അപ്പം നിങ്ങളാരെങ്കിലും ഇത് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വാങ്ങിക്കുക. വേറെ നല്ല റിവ്യൂവും കാര്യങ്ങളെല്ലാം നെറ്റിൽ കിടപ്പുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലും തന്നെ അത്യാവശ്യം നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് കിടക്കുന്നത്. റിവ്യൂ മാത്രം നോക്കി ഒരു സാധനം വാങ്ങിക്കരുത്, റിവ്യൂ നോക്കി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പെയ്ഡ് റിവ്യൂ ഒരുപാടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു പ്രോഡക്റ്റും വേറൊരു ഐറ്റവും വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അടുത്ത് എന്ത് ഇടണം, എങ്ങനെ ഇടണം, എന്ത് വീഡിയോ ഇടണമെന്ന് വലിയ ഐഡിയ ഇല്ല. നിങ്ങൾക്ക് എന്തിനെങ്കിലും പറ്റി അറിയണോ, എന്തെങ്കിലും പറ്റി വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം, വഴിയെ നോക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ. കൈകളുണ്ട് കണ്ടുകൂടാ. ഇവിടെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ അടിച്ചോ, പഠിഞ്ഞ കേട്ടോ. മതി 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 മതി.